നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് പറയുന്നൊരു പ്രശ്നമാണ്, അവരുടെ കൈകാലുകളൊക്കെ വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ വയറിൻ്റെ ഭാഗത്തുള്ള വെയിറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെ ഒരുപാട് പേഷ്യൻസ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. പിന്നെ അവർ സ്വന്തമായിട്ടൊക്കെ ഡയറ്റ് എടുക്കുന്ന സമയത്തും അവർ ഈ പറയുന്ന പോലെ വയറാണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വയറാണ് ചാടുന്നത്, മറ്റു ഭാഗങ്ങളിലൊന്നും അത്ര കൂടുതൽ വെയിറ്റ് അല്ലെങ്കിൽ ഭാരമൊന്നും വെക്കാറില്ല എന്നുള്ളത് പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് മാത്രം കൂടി വരുന്നത്? മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് നടക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ വയറ് കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ തന്നെ പ്രധാനപ്പെട്ട കാരണം വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് കൊഴുപ്പ് കൂടുക. കൊഴുപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഈ എണ്ണയിൽ പൊരിച്ച കടികൾ മാത്രം കഴിക്കുമ്പോഴല്ല ശരീരത്തിലോട്ട് കൊഴുപ്പ് വരുന്നത്. അപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചോറായിക്കോട്ടെ, അരിയാഹാരം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ദഹനം കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുന്നത്? കൊഴുപ്പായിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പം അത് കൂടുതലായിട്ടും കഴിക്കുന്ന ആളുകൾക്ക് വയറ് ചാടും. അതായത് നിങ്ങളൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എണ്ണക്കടികൾ കഴിക്കുക. വൈകുന്നേര സമയങ്ങളിൽ ഒരു 2-3 എണ്ണക്കടികളെ വീതം കഴിക്കുന്നു. അതിപ്പോൾ വീട്ടിലുണ്ടാക്കിയതായിക്കോട്ടെ, എന്നാലും നിങ്ങളത് കഴിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്കൊക്കെ കഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളെ വയർ ഒന്ന് ചാടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഓവർ ഈറ്റിംഗ് ആണ്. ഇപ്പോൾ നോർമൽ ഈറ്റിംഗ്, അല്ലെങ്കിൽ നോർമലി നമുക്ക് വേണ്ട ഒരു ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് കഴിക്കുക, നിങ്ങളുടെ ബോഡിക്ക് വേണ്ടതിനേക്കാളും കൂടുതലായിട്ട് കഴിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വയറ് നല്ല രീതിയിൽ തന്നെ തള്ളി വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ വ്യായാമം ഇല്ലാത്തൊരു ജീവിത രീതി. നമുക്ക് ഒട്ടും തന്നെ എക്സസൈസ് ഇല്ല, യാതൊരു രീതിയിലുള്ള വ്യായാമങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ജോലീൻ്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഇരുത്താണ് നമുക്ക് ജോലിയെങ്കിൽ അതും നമ്മുടെ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള അനക്കവും തരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച പാടെ തന്നെ ഇരിക്കുക, കിടന്നുറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരെ ആണെങ്കിലും നമുക്ക് എടുത്ത് നോക്കാം, അവരുടെ വയറിങ്ങനെ ചാടി ചാടി വരാറുണ്ട്. പിന്നെ സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ അവരുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ അത് കുറയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഫീഡ് ചെയ്യുക, ഒരു 6 മന്ത് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം വന്നോളും. അപ്പം നമ്മൾ കൂടുതലായിട്ടും ആ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വരുന്ന കൊഴുപ്പ് കുറയാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും അത് നല്ല രീതിയിൽ മാറും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഈ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുക. ഇപ്പോൾ PCOD അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും വയറ് നല്ല രീതിയിൽ തന്നെ ചാടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ വയറ് ചാടുന്നതിന് വലിയൊരു കാരണക്കാരനാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് മദ്യപാനികളിൽ കാണാറുണ്ട് ഈ വയറ് ചാടി വരുന്നത്. അപ്പോൾ ഈ ബീർ കുടിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബീർ കുടിക്കുന്ന സമയത്ത് വയറ് പെട്ടെന്ന് ചാടും. ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഭക്ഷണം കഴിച്ച പാടെ കുറേ വെള്ളം കുടിക്കുന്ന വ്യക്തികളിലും വയറ് പെട്ടെന്ന് ചാടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക സമയമുണ്ട്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നതെങ്കിൽ ഒരു പ്രോപ്പർ ഡൈജഷൻ നിങ്ങൾക്ക് നടന്നോളും. അല്ലാതെ ഈ ഒരു ഡൈജഷൻ സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കഴിച്ച ഫുഡുണ്ട്, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വെള്ളമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പം ഈ ഡൈജഷൻ എന്താവും, സ്ലോ ആവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപായിട്ടോ അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പായിട്ടൊക്കെ നമുക്ക് വെള്ളം എടുക്കാവുന്നതാണ്. അപ്പം അത് ഓൾറെഡി അവിടെ എത്തുമ്പം നമ്മുടെ കുടലിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാൻ അത് മതി. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ എന്തും എടുക്കേണ്ട, വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ കാര്യം ഒന്ന് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുന്ന വയറ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ പലരും പറയുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വയറ് എന്താണെങ്കിലും കുറയുന്നില്ല, ചാടി ചാടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളിപ്പം പ്രസവിക്കുന്നതിന് മുൻപ് എടുത്ത് നോക്കുകയാണെങ്കിലോ അവർക്ക് വലിയ വയറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ഒരു വയറിൻ്റെ പ്രശ്നം വല്ലാതെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് കുറയ്ക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നിർബന്ധമായിട്ടും വേണ്ടത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സൈക്ലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നീന്തലായിക്കോട്ടെ. ഇപ്പോൾ ഒരു ഡാൻസ് കളിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വിയർപ്പും കാര്യങ്ങളും വരും. അതിൽ കൂടെ തന്നെ നല്ലൊരു ഫാറ്റ് ലോസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. അപ്പം അതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടും ഫോളോ ചെയ്യുക. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കുറച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കുറേ കാലമായിട്ട് കഴിക്കുന്ന ആളുകൾ, ഫാറ്റി ലിവർ ഉള്ള ആളുകൾ,
ഇവരൊക്കെ തന്നെ വയറ് ചിലപ്പോൾ തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫാറ്റി ലിവറൊക്കെ ആണെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്ത് ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ ആ വയറങ്ങ് ബാക്കോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ മദ്യം കുടിച്ചിട്ടൊരു ഫാറ്റി ലിവറാണ് വന്നതെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക. നമ്മൾ സ്ട്രെസ് അടിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ശീലമുണ്ട് ചില ആളുകൾക്ക്. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്താണ് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ആളുകൾക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ബ്ലോട്ടിങ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഫാറ്റ് ബേണിന് ഹെൽപ്പ് ചെയ്യുന്ന ജീരക വെള്ളം, ഗ്രീൻ ടീ ഇതൊക്കെ കുടിക്കുന്നത് നമ്മളെ വയറ് കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഫുഡിൽ കൺട്രോളാണ്. പഞ്ചസാര കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ചായയിൽ പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും, ആ ചായക്കടി എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതോ അല്ലെങ്കിൽ നല്ല എണ്ണക്കടികളൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആളുകളും കഴിക്കുന്നത്. ചായയിലെ പഞ്ചസാര അവർ കംപ്ലീറ്റ് ഒഴിവാക്കും. അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതിന് പകരം വരെ നിങ്ങൾ ചായയിൽ ഇപ്പം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെന്ന് കരുതിയിട്ട് വലിയ കാര്യമായിട്ടുള്ള മാറ്റം വരില്ല. പക്ഷെ ഇപ്പം ചായ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കി ഇത്തരം കടികളൊന്നും നല്ല കഴിക്കുന്നെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ഈ മധുര പലഹാരങ്ങളോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എണ്ണക്കടികളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പച്ചക്കറികളും നാരുകളും ഒക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്തണം. നാരുകളുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിപ്പോൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് നമുക്ക് കൂടുതൽ. ഇപ്പോൾ പഴം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാലൊന്നും നമ്മുടെ വയറ് ചാടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വയറ് തള്ളിയിട്ട് കൈയും കാലും ഒക്കെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കും, വയറ് തള്ളി നിൽക്കും. അത് സൂചിപ്പിക്കുന്നത് അവരിൽ പ്രോട്ടീൻ കുറവാണ്. അവരുടെ ഭക്ഷണത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള അളവിൽ പ്രോട്ടീൻസ് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. കുഞ്ഞുങ്ങളിൽ നല്ല രീതിയിൽ ഫുഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.